അവരെന്റെ മുഖത്തടിച്ചു. എത്ര ധൈര്യമുണ്ടോ അവരെന്റെ മുഖത്തടിച്ച? ഞാൻ ആരാന്ന് അവർക്കറിയില്ല. ഞാൻ വീണ്ടും കാക്കായി മാറി. ഇനി ഞാൻ എന്താ ചെയ്യാ? ഞാൻ എങ്ങനെ എന്റെ പൂർണ്ണ രൂപത്തിലേക്ക് എത്തുക? എന്റെ ദൈവം, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആരെങ്കിലും ഈ മുറിയിലേക്ക് വന്ന് എല്ലാം തീർന്നു. അയ്യോ, ഇനി ഞാൻ എന്താ? പാവം നന്ദിനി, എന്തിനാ അവളെ വെറുതെ അവരടിച്ചത്? അല്ല, അവൾ എന്ത് തെറ്റാ ചെയ്തേ? അവരുടെ ലഗേജ് എടുത്ത് അവിടെ കൊണ്ടുവന്ന് വെച്ചു. വേറൊന്നും അവൾ ചെയ്തിട്ടില്ലല്ലോ. എന്നാൽ ആ സ്ത്രീ എന്തിനാ അവളെങ്ങനെ ഉപദ്രവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല ബി, നീ എന്തിനാ അവളെ കാര്യത്തിൽ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? എനിക്ക് അവളോട് ഒരു സ്നേഹമില്ല, പക്ഷെ തെറ്റ് ചെയ്യുന്നവരോട് എനിക്ക് ദേഷ്യം. അവൾ എന്ത് ചെയ്തിട്ട് അവളെ അടിച്ചത്? അവൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്നതായിരിക്കും. എന്തായാലും അവളുടെ അടുത്ത് പോയിട്ട് സോറി പറയാം. ഇവരാരും പറഞ്ഞിട്ടില്ല, എനിക്ക് പറയണല്ലോ. എന്റെ വീട്ടിൽ വെച്ചാണല്ലോ നടന്നത്. നന്ദിനി, താൻ എന്തെങ്കിലും തിരക്കിലാണോ? ഇന്നിവിടെ നടന്ന സംഭവങ്ങളൊന്നും മനസ്സിൽ വെക്കണ്ട, അതൊക്കെ മറന്നേക്ക്. പിന്നെ ഞാനിത് പറയുന്നത് തന്നോടുള്ള സ്നേഹം കൊണ്ടാ വിചാരിച്ചാൽ അത് വെറുതെ. എന്റെ വീട്ടിൽ നടന്ന ഒരു സംഭവം, അതും വെറുതെ. അതുകൊണ്ട് മാത്രം നിന്നോട് ഞാൻ സോറി പറയാൻ വന്നത്, കേട്ടല്ലോ. അല്ല, എനിക്ക് എന്താ അറിയാം? ശരി ശരി. എന്റെ ദൈവമേ, എന്താ ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ടെ. എനിക്ക് എന്താ സംഭവിക്കുന്നത് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ലല്ലോ ദൈവമേ. എനിക്ക് എന്താ പറ്റിയെ? ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. എനിക്ക് എന്താ പെട്ടെന്ന് പറ്റിയെ? അതെ, അവൾ എത്തിയിരിക്കുന്നു. അതെ, അവൾ പകരം വീട്ടാൻ എത്തിയിരിക്കുന്നു. എന്ത് പറ്റി സ്വാമി? എന്താ നിങ്ങൾ പറയുന്നത്? അതൊന്നും പറയാൻ നിനക്ക് മനസ്സിലാവില്ല. നീ എത്രയും പെട്ടെന്ന് ചന്ദ്രമുഖി അമ്മയെ ഇവിടെ എത്തിക്കണം. പക്ഷെ കഴിഞ്ഞ തവണ വിളിച്ചപ്പോൾ ചന്ദ്രമുഖി അമ്മ വന്നില്ലല്ലോ. അവളുടെ ജീവന് ഭീഷണിയെ പറഞ്ഞേക്ക്. അവളുടെ തലമുറ വരെ നശിപ്പിക്കാൻ ശക്തിയുള്ളവൾ ഇറങ്ങിയെന്ന് പറഞ്ഞേക്ക്. അവൾ അവളുടെ പിറകെ തന്നെ ഒരു നിഴലായി ഉണ്ടെന്ന് പറഞ്ഞേക്ക്. എന്നാ അവൾ വരും. എനിക്കറിയാം, ഏത് അവസ്ഥയിലാണെങ്കിലും അവൾ വരും. ശരി സ്വാമി, ഇപ്പൊ തന്നെ പുറപ്പെടാൻ നോക്ക്. സമയം വൈകിക്കാനില്ല. ശരി സ്വാമി, ഞാൻ പോയിക്കോളാം. വെറുതെ വന്നവളല്ല അവൾ. അവളെല്ലാം തകർത്തിട്ട് ഇനി പോകുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പോവുള്ളൂ. ഇവിടെ ആരുമില്ലേ? ആരുമില്ല ഇവിടെ. അത് പിന്നെ ചന്ദ്രമുഖി അമ്മേനൊന്ന് കാണാനാ. അത് പിന്നെ അത് പിന്നെ സ്വാമി പറഞ്ഞിട്ട് തന്നെ. അതല്ല, അത് പിന്നെ എന്തോ വലിയ അപകടം വരാൻ പോകുന്ന സ്വാമി പറഞ്ഞു. എല്ലാവരുടെ ജീവനും ആപത്താണെന്ന് സ്വാമി പറഞ്ഞു. അതറിയില്ല. എത്രയും പെട്ടെന്ന് സ്വാമിയുടെ അടുത്തേക്ക് എത്താൻ പറഞ്ഞു. എന്നാൽ മാത്രം കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ പഴയ കാര്യങ്ങളൊന്നും പപ്പാടെ മറക്കണ്ടെന്ന് സ്വാമി പറഞ്ഞു. അവളുടെ പൊടി പോലും കാണാൻ പാടില്ല. ശരി, ഇനി കാര്യം കഴിഞ്ഞ് ഫോണിലേക്ക് വിളിച്ചാൽ മതി. ഓക്കെ? അതൊക്കെ നീ കണ്ടോ മോളെ. നിന്റെ സന്തോഷം മമ്മിക്ക് വലുത്. അതിനുവേണ്ടി ഈ മമ്മി എന്ത് ചെയ്യും? ഓ മമ്മി, അതെനിക്ക് അറിയാലോ.
സ്വാമി താൻ വന്നോ? എന്തായി? ആ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? സ്വാമി എല്ലാം പറഞ്ഞിട്ടുണ്ട്. എപ്പോ വരാന്നാ പറഞ്ഞേ? അതൊന്നും പറഞ്ഞില്ല സ്വാമി, ഞാൻ വന്നോളാന്ന് മാത്രമേ പറഞ്ഞേ. അവരുടെ കുടുംബത്തെ മുഴുവൻ നശിപ്പിച്ചിട്ടും എങ്ങനെ അതിലൊരു കണ്ണി പുറത്തായതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവൾ നാഗമാണെങ്കിൽ അവളെല്ലാം നശിപ്പിക്കും. നമ്മുടെ കുലം മുഴുവനും അവളെ നശിപ്പിക്കും. അവളുടെ അച്ഛനും അമ്മേനെയും നശിപ്പിച്ച് എല്ലാവരോടും അവൾ പ്രതികാരം ചെയ്യും. അത് മരണം കൊണ്ട് തന്നെ. അവൾ ആരാന്ന് കണ്ടുപിടിച്ച് ഉടൻ തന്നെ ഇല്ലാതാക്കണം. അറിയ സ്വാമി, എന്താ ശരിക്കും സംഭവിച്ചേ? അതൊന്നും പറയാനുള്ള സമയമായിട്ടില്ല. ആദ്യം എന്താ സംഭവിക്കുന്നേ നോക്കണം. എത്രയും പെട്ടെന്ന് ചന്ദ്രമുഖി ഇവിടെ എത്തിക്കണം. സ്വാമി അത് നോക്കി, എന്തോ അപകടം വരുന്നു. ഓം ക്രീം ഓം ക്രീം ജന്മനായ സ്വാഹ ജന്മനായ സ്വാഹ ഓം ക്രീം. സ്വാമി എന്തെങ്കിലും വേഗം ചെയ്യാൻ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ശിഷ്യ കണ്ടു തുറന്നോളൂ, എല്ലാം പോയി. സ്വാമി സ്വാമി നമ്മളെ തേടി എന്തോ വലിയ അപകടം വരാൻ തോന്നുന്നു എനിക്ക് തോന്നുന്നു സ്വാമി. ഇന്നൊന്ന് രാത്രി